ഇത്രയും ദിവസം ഞാൻ നിങ്ങളോട് ദിക്കൊക്കെ നോക്കണം അങ്ങനെയൊക്കെ ഓരോന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കും കൂടി സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ദിക്ക് നോക്കാതെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഗ്രഹനിർമ്മാണത്തിന് വാസ്തു തയ്യാറാക്കുമ്പോൾ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ദിക്ക് നോക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് വസ്തു നല്ലപോലെ വൃത്തിയാക്കുക, കുറ്റിച്ചെടികളും കല്ലുകളും മുൾച്ചെടികളും മാറ്റണം. സ്ഥലം വൃത്തിയാക്കിയ ശേഷം 4 അതിരുകളും കൃത്യമായി അളന്ന് അടയാളപ്പെടുത്തണം. സർവേ കല്ലുകൾ കൃത്യസ്ഥലത്ത് 4 വശത്തും ഉറപ്പിക്കണം. പുളി, വേപ്പ് തുടങ്ങിയ വലിയ വൃക്ഷങ്ങൾ അവിടെയുണ്ടെങ്കിൽ അവയുടെ വേരുകൾ നല്ലതുപോലെ പിഴുതെടുത്തുകൊണ്ട് വേണം മുറിച്ചു മാറ്റാൻ. എപ്പോഴെങ്കിലും ഈ മരങ്ങൾ നിങ്ങൾക്ക് മുറിച്ച് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അപ്പോഴത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അവ മുറിച്ച് മാറ്റുന്നത് വൃക്ഷങ്ങൾ പുഷ്പിക്കുകയോ കായ് പിടിപ്പിക്കുകയോ ചെയ്യുന്ന സമയത്താകരുത്. വീട്ടിൽ താമസം തുടങ്ങിയ ശേഷമാണ് വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റേണ്ടതെങ്കിൽ താമസം തുടങ്ങി 3 മാസം കഴിഞ്ഞു മാത്രമേ ഇങ്ങനെയുള്ള വൃക്ഷങ്ങളൊക്കെ മുറിച്ചു മാറ്റുവാൻ പാടുള്ളൂ. വസ്തുവിൻ്റെ 4 വശങ്ങളിലും വൃത്തിയാക്കി നിരപ്പാക്കണം. വടക്കിനെയും കിഴക്കിനെയും അപേക്ഷിച്ച് തെക്കും പടിഞ്ഞാറും ഉയർന്നിരിക്കണം. തെക്ക് പടിഞ്ഞാറേ മൂല മറ്റെല്ലാ മൂലകളെക്കാളും ഉയർന്നിരിക്കണം. ഉയർച്ച വടക്ക് കിഴക്ക്, വടക്കു പടിഞ്ഞാറ്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് എന്നീ ക്രമത്തിലായിരിക്കണം. വടക്ക് കിഴക്കേ മൂല ഏറ്റവും താഴ്ന്നിരിക്കണം. അതിലും ഉയർന്നാണ് വടക്കു പടിഞ്ഞാറേ മൂല ഇരിക്കേണ്ടത്. തെക്ക് കിഴക്കേ മൂല വടക്കു പടിഞ്ഞാറേ മൂലയേക്കാൾ അല്പം ഉയരത്തിലായിരിക്കണം. തെക്കു പടിഞ്ഞാറേ മൂല മറ്റെല്ലാത്തിനേക്കാളും ഉയരത്തിലായിരിക്കണം. വസ്തുവിൻ്റെ അവസ്ഥ ഇതിൽ നിന്ന് വ്യത്യസ്തമായി തെക്ക് കിഴക്ക് ഒഴികെ വേറെ ഏതെങ്കിലും ദിക്കിലേക്ക് ദീർഘിച്ചിരുന്നാൽ ഈ സമയത്ത് അത് പരിഹരിക്കുകയും വസ്തു സമചതുരാകൃതിയിലോ ദീർഘചതുരാകൃതിയിലോ ആക്കുകയും വേണം. എങ്കിൽ മാത്രമേ അതിന് പരമാവധി പ്രാപഞ്ചിക ഊർജവും ഭൗമോർജവും ലഭിക്കുകയുള്ളൂ. ഇനി ഒരു പ്രധാന കാര്യം, വാങ്ങുന്ന കെട്ടിടങ്ങളുടെ വാസ്തുദോഷ പരിഹാരം എന്ന് പറയുമ്പോൾ ഇന്ന് കെട്ടിയ വീടുകൾ വാങ്ങിക്കുന്ന ശീലമാണ് അധികം ആളുകളും കാണിക്കുന്നുണ്ട്. ഒന്നുകിൽ 2 മുറി അടുക്കള അല്ലെങ്കിൽ 3 മുറി അടുക്കള എന്ന വ്യവസ്ഥയ്ക്കപ്പുറം പോകാൻ സാധാരണക്കാരന് സാമ്പത്തികമായി സാധ്യമല്ല. അവിടെ പൂർണ്ണമായും വാസ്തുദോഷ പരിഹാരങ്ങൾ സാധ്യമാകുകയുമില്ല. കെട്ടിടം പഴയതായാലും പുതിയതായാലും വാസ്തുപൂജയും പഞ്ചശിര സ്ഥാപനവും നടത്തുക. വീട്ടിൻ്റെ മുൻവശത്ത് കുങ്കുമം കൊണ്ട് 9 അങ്കുലം വീതിയും 9 അങ്കുലം നീളത്തിലുമായി സ്വസ്തിക് ചിഹ്നം വരയ്ക്കുക. വീട്ടിൽ 9 പ്രാവശ്യം സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തുക.